സത്യം പറഞ്ഞാൽ അത് ഓരോ ഹിന്ദുക്കളുടെയും ഗതികേട് തന്നെയാണ്. അപ്പൊ നമുക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈശ്വരന്മാരുടെ ആ ഒരു ഫണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഇവന്മാർക്ക് കുടുംബത്തിൽ കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ കട്ടുമുടിപ്പിക്കാനുള്ള ഒരു ഗതികേട്. ദിവസം ഞാൻ ആലോചിക്കും, എന്തിനാണ് ഈ ഒരു ദിവസം ബോർഡ് ഈ ഭഗവാന്റെ മുതൽ കട്ടുകൊണ്ട് പോകാനോ? ഇവരിതേ കളി കളിച്ചു നോക്കിയതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തില്. അത് ആലോചിച്ച് നോക്കി, അത് ഇത്രയും സ്വത്തും എല്ലാം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോ പല രീതിയിൽ കളികൾ കളിച്ചു നോക്കി. ഇതൊരു ഭയങ്കര വലിയൊരു അജണ്ടയാണ്. കാരണം ഇത് വിശ്വാസികളെ നമ്മളെ മുറിവേൽപ്പിക്കണം മാത്രമല്ല, ഇതൊരു അജണ്ട എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ അങ്ങ് അടിച്ചു മാറ്റി കൊണ്ടുപോകാം. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുച്ചൂടും മുടിക്കാൻ ഇതുപോലൊരു സർക്കാർ ഇനി ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. സാമ്പത്തിക പ്രതിസന്ധിയാണ്, കേരളത്തിൽ ഇനി ഒരു നയാ പൈസ എടുക്കാനില്ല എന്നൊക്കെ അറിയുമ്പോൾ പോലും ധൂർത്തിന് ഒരു കുറവും ഇടത് സർക്കാരിന്റെ നേതൃത്വത്തിൽ വരുത്തിയിട്ടില്ല. അതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമായിരുന്നു ഈ കഴിഞ്ഞ കാലത്ത് നടന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന പരിപാടി. 4000-ഓളം ആളുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തിയ പരിപാടിയായിരുന്നെങ്കിലും അന്ന് ആ പരിപാടിയിൽ ചെന്നെത്തിപ്പെട്ടത് കുറച്ച് വിശ്വാസികളും അതോടൊപ്പം പാർട്ടിയിലെ ഒരുപാട് ആളുകളും, ഏകദേശം 1000-ലധികം ആളുകൾ, അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകളായിരുന്നു. അതായത് പാർട്ടി പരിപാടി പോലെ നടത്തിയ ഒരു പരിപാടിയായിട്ട് ആഗോള അയ്യപ്പ സംഗമം മാറി. അന്ന് വിവാദമായി, അത് പിന്നീട് മറ്റ് വിഷയങ്ങൾ വന്നപ്പോൾ ഇല്ലാതാകുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഇതിന്റെ നേർചിത്രമായിട്ട് ചില കണക്കുകൾ പുറത്തു വരുമ്പോൾ 11 കോടിയോളം രൂപ ഒരു കാര്യവുമില്ലാതെ ചെലവാക്കിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ ഒരു സർക്കാരിനെ ഇനി ഒരു കാലത്തും ജനങ്ങൾ വിശ്വസിക്കില്ല, എന്താണ് ഈ കേൾക്കുന്നതെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പൊതുജനങ്ങൾ ഓരോരുത്തരും പ്രതികരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകയായിട്ടുള്ള അഞ്ജു പാർവതി പ്രവേശ് മലയാളി വാർത്തയോട് സംസാരിക്കുകയാണ്. അവരുടെ വാക്കുകളിലേക്ക്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായിട്ട് എല്ലാ കണക്കുകളും സുതാര്യമായിരിക്കും എന്നുള്ള ഒരു പ്രസ്താവനയോടെയായിരുന്നു പരിപാടി നടന്നത്. പരിപാടി നടന്ന മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇതിന്റെ കണക്ക് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത് പുറത്തു വന്നപ്പോൾ ഏകദേശം 11 കോടിയോളം രൂപ ആയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോ ഇത് കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? കാരണം ഇത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു പരിപാടിയായിരുന്നു. പക്ഷേ ശബരിമലയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു പരിപാടിയും ഇതുവരെ നടത്തിയതായിട്ട് കാണുന്നില്ല. അതിന്റെ ഭാഗം തന്നെയായിട്ടാണ് ഇത്ര വലിയൊരു തുക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെലവായി എന്ന് കൂടെ കേൾക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യം തന്നെ അതിൽ ഞാനൊരു വിയോജിപ്പ് പറയുകയാണ് കേട്ടോ. മേഘ പറഞ്ഞല്ലോ ആഗോള അയ്യപ്പ സംഘം, അയ്യപ്പനെടുത്ത് മാറ്റണം, ആഗോള കുറുവ സംഘത്വമാണ് നടന്നത്. കാരണം നമുക്കത് അറിയാൻ പറ്റും, തുടക്കം തൊട്ട് നമുക്കറിയാം. അന്നത്തെ വാർത്തകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, സർക്കാരിന്റെ ഖജനാവിൽ നിന്നോ ദേവസ്വം ഫണ്ടിൽ നിന്നോ 5 പൈസ പോലും എടുക്കാതെ നടത്തുന്ന സംഗമമാണ്. വന്നിട്ടുള്ള സ്പോൺസർമാരെല്ലാവരും അതിനു വേണ്ടിയിട്ട് ഫണ്ട് അല്ലെ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ വാർത്തകൾ കൊടുത്തത്, നിങ്ങൾക്കറിയാലോ, മീഡിയ പേഴ്സൺസൊക്കെ അങ്ങനെയായിരുന്നു വന്നത്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കണേ, നമ്മുടെ ശബരിമലയുടെ കഴുക്കോല് വരെ ഊഴിയെടുത്തിട്ടുള്ള സഖാക്കന്മാര് ജയിലില്, വാസു ആയിക്കോട്ടെ, നമ്മൾ പറയും, ഞാൻ പുള്ളിനൊക്കെ കട്ടിള വാസു എന്ന് പറഞ്ഞ കട്ടിള വാസു, നമ്മുടെ പപ്പേട്ടൻ, ഇവരൊക്കെ അകത്ത് കിടക്കുവാണ്. ഒന്നാന്തരം നമ്മുടെ 916 സഖാക്കന്മാരാ അവരൊക്കെ. അപ്പൊ അത് കയ്യോടെ പിടിച്ചെന്നൊക്കെ പറഞ്ഞ് ഏകദേശം അപ്പോഴേ ആ ഒരു സമയത്താണ്, നമുക്കറിയാം സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു ഈ ആഗോള അയ്യപ്പ സംഗമം. അപ്പൊ ശബരിമലനെ ഇത്രയും കട്ടുമുടിച്ചിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അതേ ശബരിമലയിൽ തന്നെ വീണ്ടും കുടിക്കാൻ ഇറങ്ങിയേക്കണ ആ ഒരു സഖാവ്, അതായത് അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയണമായിരുന്നു അല്ലെ, ഒരു സഖാവ് വിജയൻ സ്വാമി വിജയനായി മാറുമ്പോൾ തന്നെ മൊത്തത്തിൽ എന്താണ് ഉഡായിപ്പാണ് എന്ന് നമ്മൾ തിരിച്ചറിയണമായിരുന്നു. പക്ഷെ ബോധമുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഏറ്റവും കൂടുതൽ അതിൽ നമ്മൾ കൈയടി കൊടുക്കേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് തന്നെയായിരുന്നു. ഓട്ടോറിക്ഷ പോലെയുള്ള വെള്ളാപ്പള്ളിയും മറ്റേ സുകുമാരൻ നായരും ഒക്കെ പോയിട്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിനെ പ്രകീർത്തിക്കുമ്പോഴും ആ പരിസരത്ത് പോലും പോകാതിരിക്കാനുള്ളൊരു വകതിരിവ് കാണിച്ചിട്ടുണ്ടായിരുന്നു വി.ഡി. സതീശൻ. അന്ന് ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ, അതുപോലെ ഒരു അയ്യപ്പ സംഗമം വന്നിട്ട് അദ്ദേഹം പോയില്ല എന്ന്. അദ്ദേഹത്തിനൊക്കെ അറിയാം, കാരണം ഈ കുറുവാ സംഘം കൊണ്ടുപോകുന്നത് അടിച്ചു മാറ്റാനുള്ള കാര്യമാണെന്നുള്ള ബോധവും വെളിവുള്ളവർക്കൊക്കെ അറിയാമായിരുന്നു. ശരിക്കും ഞാൻ ഈ കണക്ക് വന്നിട്ട് ഇങ്ങനെ ഞെട്ടിയിരിക്കുവാണ്. ഹൈക്കോടതിക്ക് മുന്നിൽ വെക്കേണ്ട ഒരു കണക്ക്, ആ കണക്കിൽ മുഴുവൻ തട്ടിപ്പ്. അപ്പൊ ഞാൻ മറ്റൊരു കാര്യം ആലോചിച്ചു പോയി, ഇവർക്ക് കലാപരിപാടിയൊക്കെ നടത്തുമ്പം നന്ദഗോവിന്ദം ഭജൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് അറിയാൻ പറ്റുമല്ലോ, ഇവിടെ അവർക്ക് ഭയങ്കരമായിട്ട് നന്ദഗോവിന്ദം ഭജൻസ് ഒക്കെ വന്നിട്ടൊരു വേറെ ലെവലിലേക്ക് ഭജന പോവാണ്. ബിക്കോസ് യങ്സ്റ്റേഴ്സിനൊക്കെ സ്വാധീനമായി കഴിഞ്ഞിട്ട് നമ്മുടെ ജൻസി പിള്ളേർ വരെ അതിൽ അഡിക്റ്റഡ് ആയിട്ട് പൊക്കോണ്ടിരുന്നപ്പം ഞാൻ ഒരുപാടെടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഇടത് പ്രൊഫൈലുകൾ, ഇടത് ഹാൻഡിലുകൾ അതിന് വേറൊരു രീതിയിൽ നറേറ്റീവ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇത് സംഘപരിവാറിനെ ഇവിടെ വളർത്താനുള്ള ഇതാണ് ഈ ഒരു നന്ദഗോവിന്ദം ഭജൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതേ ഭജൻസിനെ വെച്ചിട്ടാണ് കള്ളക്കണക്ക് എഴുതിയതെന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് നന്ദഗോവിന്ദം ഭജൻസ് അല്ല, ശരിക്കും ഇത് പറയട്ടെ സഖാവ് ഗോവിന്ദം ഭജൻ നമ്മൾ പറയല്ലേ ബജി മാടിക്കളതിന്റെ കണക്കാണ്. അതായത് അത് തട്ടിപ്പിന്റെ മറ്റൊരു ഭജന.
വചനയും അവിടെ ഉണ്ടായില്ല, ബില്ലും ഉണ്ടായില്ല. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇതൊക്കെ നമ്മളോട് ചെയ്യാനുള്ളൊരു, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കിറ്റ് കണ്ടപ്പോ കിറ്റിന് മേൽ വഴുതി വീണ ഒരു പൊതുസമൂഹമായി പോയി നമ്മുടേത്. 10 വർഷം ഈ കേരളത്തിൽ ഇങ്ങനെ ഇമാതിരി കൊള്ളയടിച്ച് ജനിച്ചു വീണ ഓരോ കുഞ്ഞിന്റെ തലയ്ക്ക് മീതെയും ഡെമോക്രസിന്റെ വാള് പോലെ നിപ്പുണ്ട് പൊതുകടം. അല്ലെ, സത്യമല്ല? ഈ രീതിയിലാക്കിയിട്ട് പോലും മെഴുകാൻ ക്യാപ്സ്യൂൾ അവിടെ വിതറാനും ആ ക്യാപ്സ്യൂള് വിതരണം ചെയ്തിട്ട് അത് ആവോളം എടുത്ത് വിഴുങ്ങിയിട്ട് സോഷ്യൽ മീഡിയയിൽ എങ്ങാണ്ട് മെഴുകി വെക്കാനും ഉളുപ്പില്ലാത്ത സഖാക്കന്മാർക്കും സഖാത്തികൾക്കും അവസാനമില്ലടത്തോളം കാലം ഇതിങ്ങനെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാനിത് ഉറപ്പിച്ചു പറയുന്നു, ഈ കക്കല് ഇതോടുകൂടി ഇത് നമ്മൾ പറഞ്ഞില്ലേ, കഴുക്കോൽ എടുത്തോണ്ട് പോണതിന്റെ പോക്കിന് ഞാൻ ഇപ്പോഴും ആലോചിക്കണത് ഒരു സിനിമ ഉണ്ടായിരുന്നു അല്ലെ, പുള്ളിക്കാരന്റെ ഈ ഒരു കക്കല് വെപ്രാളവ് കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു സിനിമയുടെ കാര്യമാണേ. ഹലോ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടല്ലോ? നമ്മുടെ CID മൂസയാണെന്ന് തോന്നുന്നുണ്ട്. ഈ അവസാനം ഇറങ്ങാൻ നേരത്ത് മിക്സിയൊക്കെ എടുത്തിട്ട് ബിന്ദുപ്പണിക്കൽ ഓടും അല്ലെ, അതുപോലൊരു ഓട്ടമാണ് നമ്മൾ കാണുന്നത്. കാരണം മനസ്സിലാക്കി കഴിഞ്ഞു അവർക്ക്. ഇനി എടുത്തു മാറ്റാൻ പറ്റാവണതിന്റെ, അടിച്ചു മാറ്റാൻ പറ്റാവണതിന്റെ എല്ലാം എന്നാലും ശബരിമല പോലൊരു വിശ്വാസികളുടെ ഇത്രയും അങ്ങനത്തെ ഒരു വിശ്വാസ നമുക്കറിയാമല്ലേ, ശബരിമല എന്ന് പറയുമ്പം ഒരു വിശ്വാസ സമൂഹത്തിന്റെ ഏറ്റവും വലിയ മൂർത്തിയാണ്. തമിഴർക്ക് മുരുകസ്വാമി എന്താണോ അതുപോലെയാണ് ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പസ്വാമി. ഇത്രയും വൈകാരികമായിട്ട് അങ്ങനെ നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഈശ്വര സങ്കല്പം ഇല്ല. അവിടെ കയറി അവർക്ക് ഇത് കാണിക്കാനുള്ള ധൈര്യം ഉണ്ടായി എന്ന് പറയുമ്പം ആലോചിച്ച് നോക്കണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഓരോ ഹിന്ദുവും ലജ്ജിച്ച് തലതായിട്ടൊരു ഒരു മൊമെന്റാണ്. കാരണം മറ്റുള്ള മതക്കാരെ നമ്മൾ ഇതിൽ കൊണ്ടുവരേണ്ട ആവശ്യം പോലും ഇല്ല. ബിക്കോസ് അവിടൊക്കെയാണ് ഈ ഒരു ഇമാതിരി പിപ്പിടി വിദ്യ ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിലുണ്ടല്ലോ മറ്റൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടാവൂലായിരുന്നു. പക്ഷെ അത് കാണിക്കാൻ ധൈര്യമില്ല. കാരണം എന്നും ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിനെ ഇവര് വർഗീയതയൊക്കെ പറഞ്ഞ് കൂട്ടിക്കുഴച്ച്, അല്ലെങ്കിൽ ജാതീയതയൊക്കെ കൊണ്ടുവന്ന് കൂട്ടിക്കുഴച്ച് ഇവരെ ഈ ഒരു പാർട്ടിയുടെ അടിമകളാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അനാവശ്യമായിട്ടുള്ള ജാതീയത കൊണ്ടുള്ളത്, അനാവശ്യമായിട്ടുള്ള വർഗീയത കൊണ്ടുള്ളത്. സത്യം പറഞ്ഞാല് ഇവിടെ ക്രൈസ്തവർക്ക് ഇടയിലും അല്ലെങ്കിൽ മുസ്ലിംസിനിടയിലും ഹിന്ദുക്കളെ അകറ്റി മാറ്റി കൊണ്ടുപോകണമെന്ന് നമ്മൾ വിചാരിക്കുന്നത് സംഘപരിവാറാണെന്ന്. അല്ല, എപ്പോഴും അത് ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടിയാണ്. കാരണം അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഐക്യം ഉണ്ടാവാതിരിക്കൂ. അങ്ങനെ ഐക്യം ഉണ്ടാവാതിരുന്നാൽ മാത്രമേ ഇവർക്ക് ഈ വോട്ട് രാഷ്ട്രീയം വെച്ച് കളിക്കാൻ പറ്റൂ, വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ പറ്റൂ. സത്യം പറഞ്ഞാൽ അത് ഓരോ ഹിന്ദുക്കളുടെയും ഗതികേട് തന്നെയാണ്. അപ്പൊ നമുക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈശ്വരന്മാരുടെ ആ ഒരു ഫണ്ട് എടുത്തിട്ട് ഇങ്ങനെ യുവമാർക്ക് കുടുംബത്തിൽ കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ കട്ടുമുടിപ്പിക്കാനുള്ള ഒരു ഗതികേട്. ദിവസം ഞാൻ ആലോചിക്കും, എന്തിനാണ് ഈ ഒരു ദിവസം ബോർഡ് ഈ ഭഗവാന്റെ മുതൽ കട്ടുകൊണ്ട് പോകാനോ? ഇവരിതേ കളി കളിച്ച് നോക്കിയതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തില്. അത് ആലോചിച്ച് നോക്കി, അത് ഇത്രയും സ്വത്തും എല്ലാം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോ പല രീതിയിൽ കളികൾ കളിച്ചു നോക്കി. ഇതൊരു ഭയങ്കര വലിയൊരു അജണ്ടയാണ്. കാരണം ഇത് വിശ്വാസികളെ നമ്മളെ മുറിവേൽപ്പിക്കണം മാത്രമല്ല, ഇതൊരു അജണ്ട എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ അങ്ങ് അടിച്ചു മാറ്റി കൊണ്ടുപോവാ. ഇവർക്കറിയാം ത്രിപുരയിൽ എന്താ സംഭവിച്ചത്, ബംഗാളിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാം. ബംഗാളിലൊക്കെ മുഴുത്ത പാർട്ടി സെക്രട്ടറിമാരെല്ലാരും വന്ന് ഇവിടെ പൊറോട്ട അടിക്കുവാണ്. നമുക്കത് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇവർക്കറിയാം, ഇവർക്ക് ഇനി പോകാനും വേറെ സ്ഥലമില്ലല്ലോ. പോളണ്ടെന്ന് പോയിട്ട് അവിടൊക്കെ പോളണ്ടെന്ന് രക്ഷം പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ട് പാർട്ടിയുടെ. അതിലിപ്പോ പോളണ്ടെന്ന് പോയിട്ട് കമ്മ്യൂണിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആസനത്തിൽ വെടിവെച്ചിടും പോളണ്ട് ഗവൺമെന്റ്. ആ രീതിയിലാണ്. അത് കമ്മ്യൂണിസം അത്രയും നശിച്ച് അങ്ങേ അറ്റത്തെ അവസ്ഥ നിൽക്കുവാണ്. ഈ പാവയ്ക്ക പോലൊരു സ്റ്റേറ്റിൽ മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ ഉള്ളത്. ബംഗാളിൽ ഭരിച്ച് 35 വർഷം കൊണ്ട് ബംഗാൾ എന്നൊരു സംസ്ഥാനത്തിൽ എല്ലാവരും പൊറോട്ടക്കാരായി മാറി. ഞാൻ ആലോചിക്കുമായിരുന്നു, കേരളത്തിലും ആ ഒരു ഗതികേട് വന്നതുകൊണ്ടായിരിക്കുമല്ലോ വികസന മുന്നേറ്റ മറ്റേ ജാഥ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ സഖാവിന് മറ്റേ ബംഗാളികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കേണ്ടി വന്നത് അല്ലെ. ചിന്താബ നമ്മൾ കണ്ടതാണ്. ചിന്താബ വിളിക്കാൻ പറ്റാത്ത അവരെ കൊണ്ട് കാണാതെ പഠിപ്പിക്കുകയാണ്. അവത്തുങ്ങൾക്ക് നേരെ ചൊവ്വേ ശരിക്കും പറഞ്ഞാൽ അവര് നേരെ പഠിച്ച് അത് പറയാനും എന്താണ് പറയേണ്ടത് പോലും അവർക്ക് അറിയില്ല. ബംഗാളിൽ നേരെ 4 അക്ഷരം പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഈ ഗതികേട് വന്നിട്ട് അന്നേ യുവമാരെ ചൊഴിച്ചെറിയുമായിരുന്നു ഈ ഗവൺമെന്റിന്. എന്നിട്ട് അവർക്ക് ഇവിടെ പൊറോട്ട അടിക്കേണ്ട ഗതികേട് ഉണ്ടാവൂലായിരുന്നു. അപ്പൊ നമ്മളിത് കണ്ടോണ്ടിരിക്കുവാണ്. ഇത് അവസാന കാലമായി. പക്ഷെ ഇതിലൊരു സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനി അടുത്തൊരു ഗവൺമെന്റ് വരുമ്പോ ഇവന്മാരെ അവരെ ഭരിക്കാൻ സമ്മതിക്കത്തില്ല. കാരണം ഖജനാവ് കംപ്ലീറ്റ് ഊറ്റിയെടുത്തു കഴിഞ്ഞു. അപ്പൊ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിന് ഭരിക്കാൻ കോൺഗ്രസ് ഭരിക്കാൻ വന്നാൽ പോലും ഒരു രീതിയിൽ സമാധാനം കൊടുക്കത്തില്ലായിരിക്കും. കാരണം അമ്മാതിരി മുടിച്ച് കട്ടെടുത്ത് കഴിഞ്ഞു. അപ്പൊ ഇനി ഫുൾ നമ്മള് ഈ ഒരു 10 വർഷം ഇവന്മാരെ കൊണ്ടുള്ള ഈ ഒരു കക്കല് മുക്കല് നക്കല് സഹിച്ചാൽ മതിയായിരുന്നു. കാരണം റോഡിലൊക്കെ ഇനി സഹിക്കാൻ പറ്റാത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും സമരാഭാവസായിരിക്കും. ഞാനൊക്കെ ഇവിടെ നമുക്കായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം. കാരണം നമ്മൾ ക്ലിഫോസിന്റെ ഒരു ഏരിയയാണ്. പണ്ടൊക്കെ അറിയാലോ, ഒരു സെക്രട്ടേറിയറ്റ് വളഞ്ഞിട്ട് അപ്പിയിട്ട് വെച്ച കൂട്ടരാണ്. ഇനി അങ്ങനത്തെ ഇനി അതും കൂടെ ഉള്ളു ബാക്കി.
സത്യം പറഞ്ഞാല് ഓരോ മലയാളിയും ഇന്ന് ഏറ്റവും കൂടുതൽ വെറുക്കണ ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് കമ്മ്യൂണിസം എന്ന് പറയാൻ പോലും ഇഷ്ടമല്ല, ആക്ച്വലി പറയാൻ പാടില്ലാത്ത, പക്ഷെ ഇത് കമ്മ്യൂണിസം എന്നുള്ള രീതിയിലേക്ക് പറയേണ്ട ഒരു അവസ്ഥയായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു ആഗോള അയ്യപ്പ സംഗമം, ഏതാന്ന് പറഞ്ഞ ആഗോള അയ്യപ്പനെ അങ്ങ് മാറ്റണം, ആ പേര് പോലും പറയാൻ പാടില്ല. ഇവർക്കൊക്കെ അയ്യപ്പൻ പോയിട്ട് അങ്ങനൊന്നും വാക്ക് പോലും ഉരിയാടാനുള്ളൊരു യോഗ്യതയില്ല. ഇത് നന്ദഗോവിന്ദം ഭജൻസ്, അതിന്റെ പേരിൽ 8 ലക്ഷം രൂപ, 50 കിടക്കുകളുടെ പേരില്. അതിപ്പോ ഇനിയിപ്പോ ഗോവിന്ദൻ സഖാവ് പറയുമായിരിക്കും ഈ സംഭവമൊക്കെ ആയിരുന്നു എന്ന്. ശരിക്കും ഇല്ലാത്ത കണക്കുകൾ ഞാൻ ആലോചിച്ച് നോക്കുകയാണ് കേട്ടോ. ആയിട്ട് ഇവര് ഗവൺമെന്റിന്റെ ഒരു ഇല്ലാത്ത കണക്ക് നമ്മൾ ഫസ്റ്റ് കാണുന്നത് നടക്കാത്ത പൊങ്കാലയ്ക്ക് ആ മേയർ കയറി 1 മാസം പോലും ആയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. പൊങ്കാല വന്ന സമയത്ത് ഇല്ലാത്ത കണക്കുണ്ടാക്കി വെച്ചിട്ട് പൊറോട്ടയും ചിക്കനും ആവോളം വെട്ടി വിഴുങ്ങി. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു കള്ളം കണ്ടിട്ട് തിരുവനന്തപുരത്തുകാർ ഇപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മൊത്തത്തിൽ ഇതിപ്പോ ഞാൻ ആലോചിച്ച് നോക്കണം, ഇതിലൊക്കെ ഇത്രയും വെട്ടിപ്പാണെങ്കിൽ ഇവിടെ ഈ ഒരു ബാക്കിയുള്ള കാര്യങ്ങളിൽ എത്രത്തോളം വെട്ടിപ്പും തട്ടിപ്പും നടന്നിട്ടുണ്ടാവും. രക്തസാക്ഷി ഫണ്ട് അത് മുഴുവൻ വെട്ടിച്ചു. അപ്പൊ ഈ വയനാട് പുനരധിവാസത്തിന്റെ പേരിൽ എത്രമാത്രം ക്രമക്കേടുകൾ നടക്കുന്നുണ്ടാവും. ഈ ഊരാളുങ്കൽ ഇതെല്ലാം എന്താണ്, ഊരാളുങ്കൽ വഴി നേരെ ഒരു ഫാമിലിയിലേക്കാ പോയിട്ടുണ്ടാവുക. തൈക്കാണ്ടി ആ ഫാമിലിക്കകത്ത് ഉണ്ടാവും, അതും പാർട്ടിക്കാർക്ക് വിഹിതം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സർക്കാർ മൊത്തത്തിൽ ഈ 10 വർഷം കൊണ്ട് ഓരോ കമ്മ്യൂണിസ്റ്റുകാരന്റെയും അത് ഇവിടെ ഒത്തിരി തീർപ്പ് രാഷ്ട്രീയം ഇല്ലായെങ്കിൽ ഇവരൊക്കെ പിടിച്ചിട്ടിടാൻ പറ്റുമായിരുന്നു. പക്ഷെ കേന്ദ്രം ചെയ്യും ചില സമയത്തൊക്കെ ഇവരുമായിട്ട്, കാരണം അവർക്ക് കോൺഗ്രസ് മുക്ത ഭാരതം വരണമല്ലോ, അതിനു വേണ്ടിയിട്ട് ഇവരെ അങ്ങ് തഴച്ചു വളരാൻ വേണ്ടി വിട്ടുകൊടുക്കണം. കാരണം അല്ലെങ്കിൽ കേന്ദ്രമൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പൂട്ടാൻ പറ്റുമായിരുന്നു. ഇതൊക്കെ കണ്ടുപിടിച്ചൂടെ? ഇല്ല, അതൊന്നും ചെയ്യാണ്ടൊരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കൊണ്ടുപോവാണ്. കാരണം ഈ 10 വർഷം ഇവിടെ നടന്ന പോലെ ഒരു അഴിമതി മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല. ഈ 10 വർഷം ഇതൊക്കെ നമ്മുടെ മൂക്കിന്റെ താഴെയാണ് നടന്നുകൊണ്ടിരുന്നത്. അതിനെതിരെ ഒന്നും ആർക്കും ശബ്ദിക്കാൻ വയ്യ. അപ്പോ ഇനി നമ്മൾ സത്യം പറഞ്ഞാൽ ഇനിയും മലയാളി ഓരോ പ്രതിസന്ധി വരാൻ പോണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരം എന്തായാലും കിട്ടില്ല, അത്രയും വെറുത്ത് പോയിട്ടുണ്ട്. കടക്ക് പുറത്തൊന്നും ജനങ്ങൾ ചവിട്ടി ഓടിക്കുന്ന ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട്. നമ്മൾ തദ്ദേശത്തെ കണ്ടാണ്. പക്ഷെ മറ്റൊരു സർക്കാർ വന്നാലും അവരെങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകും, സമാധാനത്തിൽ ഭരിക്കാൻ സമ്മതിക്കും. നമുക്കറിയാം ചാണ്ടി സാറിന്റെ സമയത്ത് ഇവന്മാർ ചെയ്തിട്ടുള്ള പണികള് മൊത്തത്തിൽ ഇനി ഇവിടെ അരാജകത്വമായിരിക്കും. ലഹരി അങ്ങേ അറ്റം എല്ലാ രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും കേരളം ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റിനെ ഈ ഒരു രീതിയിലാക്കി എന്നുള്ളത് ഈ 10 വർഷത്തെ ഭരണം. സഖാവ് വിജയൻ കേരളത്തിന് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റിനെ അങ്ങേ അറ്റം അരാജകത്തിലേക്കും നെറുകെട്ട സിസ്റ്റത്തിലേക്കും കൂപ്പുകുത്തി വിടിവിച്ചു എന്ന് പറയേണ്ടി വരും. ശബരിമല പോലൊരു മലയാളികളുടെ ഈശ്വര സങ്കല്പത്തെ അങ്ങേ അറ്റം കളങ്കിതമാക്കിയിട്ടുണ്ട്. അത് യുവതീ പ്രവേശത്തിനെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലൊക്കെ അവർക്ക് ഇവരുടെ കളവ് നടത്താൻ വേണ്ടി മാത്രം. ഇത്രയും അധമനായിട്ടുള്ളൊരു എന്താ പറയാ ഒരു സിസ്റ്റം നമ്മൾ പറയാൻ പാടില്ല. പക്ഷെ ഇങ്ങനെ ഒരു നെറുകെട്ട സിസ്റ്റവും ഇല്ല, നെറുകെട്ട ഗവേണൻസും ഇല്ല.